ഹായ് ഗായ്സ്, ഞാനിന്ന് നമ്മുടെ കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പിലേക്ക് പോയ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുമ്മിണിപ്പറമ്പിലെ മേരി വേൾഡ് ഫാമിലി പാർക്കിലെ മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള യാത്രയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ കുമ്മിണിപ്പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. രാവിലെ 11 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അവിടെ തിരക്കുണ്ടോ ഒന്നും അറിയില്ല. ഈ സമയമായതിനാൽ നല്ല വെയിലാണ്. വെയിലിൻ്റെ ചൂട് കൂടി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണിത്. എൻട്രി പാസിൻ്റെ സ്ഥലമാണിത്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസൊക്കെ എടുത്ത് മേരി വേൾഡ് ഫാമിലി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ അക്വേറിയമാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബൗൺസിങ് ബാലൻ കാണാൻ കഴിയുന്നത്. കുറേ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ റൈഡുകളുണ്ട് ഇവിടെ. വിശ്രമത്തിന് ഇരിക്കാനായിട്ടും അതുപോലെ ഫോട്ടോ ഷൂട്ടിങ്ങിനായിട്ടൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളുമുണ്ട് ഇവിടെ. വേവ് ബോട്ട് സ്ഥലമാണിത്. ഇതിലൂടെ പോയാൽ ഈ റൈഡുകൾക്കുള്ള ടിക്കറ്റ് ഇവിടെയാണ് കിട്ടുക. പിന്നെ വളരെ മനോഹരമായതും അതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണ്. 120 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടേക്ക് വരാൻ പറ്റിയ സമയം. നല്ല കാറ്റും നല്ല തണുപ്പുമുള്ള നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നല്ല കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചുവട്ടിലുള്ള ഒരു സമയമാണ്. 11 മണിയാണ്. 11 മണി 11:15 ഇപ്പോൾ. ആദ്യം ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അങ്ങനെ റൈഡുകളിലൊക്കെ ഒന്ന് കയറി തുടങ്ങി. വേവ് ബോട്ടിലാണ് മക്കൾ ആദ്യമായി കയറാൻ ആഗ്രഹം പറഞ്ഞത്. അങ്ങനെ അവരെ അതിൽ കയറ്റി. 6 മിനിറ്റ് സമയം തന്നു. പക്ഷെ 6 മിനിറ്റൊന്നും അവർക്ക് കിട്ടി. പക്ഷേ അവരത് ചിലവാക്കിയില്ല. കാരണം വെയിലിൻ്റെ ശക്തി അത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കയറിയത്. അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. താഴത്തേക്ക് നോക്കി നടക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നേ ഇല്ല. അങ്ങനെ പിച്ച വച്ച് അവസാനം അവർ അവിടെ എത്തി തുടങ്ങി. ചൂടുള്ള സമയമായതിനാൽ ഗ്ലാസ് ചൂടാകുമോ എന്ന സംശയത്തിൽ ഞങ്ങൾ ആദ്യം ഒന്ന് ഗ്ലാസ്സിൽ ചവിട്ടിയത്. പക്ഷേ ഗ്ലാസ് ചൂടൊന്നുമില്ല. അതുകൊണ്ട് നല്ല തണുപ്പും അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ വെയിലിൻ്റെ ചൂട് അറിഞ്ഞതേയില്ല. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. എത്ര ടൈം നിന്നാലും നമുക്ക് മടി വരില്ല. പക്ഷെ വൈകുന്നേരം വന്നാലാണ് കൂടുതൽ നമുക്ക് ഇവിടെ സമയം ചിലവഴിക്കാൻ തോന്നുക. ഇവിടെ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ ടൈം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് വന്ന ഒരാളാണിത്. അയാളോട് കുറേ സംസാരിച്ചു. മലയാളം പറയുന്നുണ്ട്. പിന്നെ മക്കളോടൊന്ന് പേടിയില്ലാതെ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരാൻ പറഞ്ഞു.
അവർ നെഞ്ഞത്തൊക്കെ കൈ വെച്ച് ഒക്കെ പിടിച്ചാണ് നടന്നു വന്നത്. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത ഒരു പാർക്കാണിത്. വെയിലിൻ്റെ ചൂട് കൊണ്ട് കുറേ റൈഡുകൾ ഇവർക്ക് മിസ്സായിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ആഗ്രഹം സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനായിരുന്നു. അവർ അതിനുള്ള എല്ലാവിധ സൗകര്യവും പിന്നെ സാധനങ്ങളുമായിട്ടാണ് വന്നത്. തോർത്തുമുണ്ട്, ട്രൗസർ എല്ലാം അവർ എടുത്തിരുന്നു. പക്ഷേ അതിന് അവർക്ക് അവസരമുണ്ടായില്ല. ഇവിടെ പാർക്ക് ഓപ്പൺ ആക്കുന്നത് 10 മണിക്കാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടുത്തെ ടൈം. ആ ടൈമിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ ആർക്കും അവസരമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ 100 രൂപ കൊടുത്താൽ 1 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ മക്കൾക്ക് വളരെയധികം സങ്കടമായിരുന്നു അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ പറ്റാത്തതിനാൽ. അപ്പോൾ ബുക്ക് ചെയ്ത് നമ്മൾ വേറെ ദിവസം വരണം. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വരികയാണെങ്കിൽ ഒരു 4-4:30 ടൈമിൽ ഇവിടെ എത്തുകയാണെങ്കിൽ 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂർ 100 രൂപ കൊടുത്താൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനുള്ള അവസരമുണ്ടാകും. പിന്നെ ഞങ്ങൾ പോയത് ഇവിടേക്കാണ്. ഇവിടെ ബാത്റൂമുണ്ട്, നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അതുപോലെ നിസ്കരിക്കാനുള്ള സ്ഥലം ഒക്കെ ഇവിടെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെയിൽ കൊള്ളാത്ത ഈ റൈഡിലാണ് മക്കൾ കയറിയത്. കുറേ ഇരുന്നും കിടന്നും അവർ ഇവിടെ നല്ലവണ്ണം ആസ്വദിച്ചു. സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത് എൻജോയ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ റോക്കറ്റ് എയറോപ്ലെയിനും ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമുള്ള റൈഡുകളാണ്. അപ്പോൾ ആ റൈഡുകളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോവാൻ സമയം മക്കൾ പറഞ്ഞു നമുക്ക് ഇനി ഈ റൈഡിലൊന്ന് കയറി നോക്കാമെന്ന്. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടൊരു റൈഡാണിത്, ബൗൺസിങ് ബാലൻ. ഈ റൈഡിലേക്ക് പോയ അവരുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം. മക്കൾ ചൂട് കൊണ്ട് കാല് പൊള്ളിക്കാണ്ടാണ് തിരിച്ചു വന്നത്. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു അതിൽ. പോയതിനായിട്ടും സ്പീഡിൽ വരാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ കഴിഞ്ഞില്ല. കാല് ചവിട്ടിയെടുത്ത് കിട്ടിയില്ല പറഞ്ഞ മാതിരി നല്ല കാലിൻ്റെ അടിയിൽ നല്ലോണം പൊള്ളിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഇവിടെ ആദ്യം ഒന്ന് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്ത് കാണ്ട് വരിക. അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ വന്ന് കാണ്ട് മക്കളുടെ ആഗ്രഹം പോലെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുക. അപ്പോൾ ഇതാണ് കുമ്മിണിപ്പറമ്പിലെ വിശേഷം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ